നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷ്ണു, നിന്റെ പേരിലൊരു 5 സ്റ്റാർ ഹോട്ടൽ വാങ്ങാന്നല്ലേ പറഞ്ഞിരുന്നത്? നടപടികളെല്ലാം പൂർത്തിയായി. നാളെ അതിന്റെ ഉദ്ഘാടനമാണ്. ഇത്ര പെട്ടെന്നൊന്നും അല്ലല്ലോ. നേരത്തെ നമ്മൾ ആലോചിച്ചല്ലേ കാര്യങ്ങള്. കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. വിലയിൽ നേരിയൊരു തർക്കം ഉണ്ടായിരുന്നു. അതും ഇന്നിപ്പോ പരിഹരിച്ചു. 2 കോടി കൂടുതൽ കൊടുക്കേണ്ടി വരും. 2 കോടി എന്നൊക്കെ പറയുമ്പോ 2 കോടി അല്ല പ്രധാനം. എന്റെ മകൻ ഇനി ആരും വട്ടിപ്പിരിവുകാരനെന്നോ തട്ടുകടയിൽ പൊറോട്ട അടിക്കുന്നവനെന്നോ വിളിക്കരുത്. ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയാ ഇനി സത്യഭാമയുടെ മകൻ. സന്തോഷായില്ലേ നിനക്ക്? നിന്റെ മരുമകളുടെ പെട്ടിയെടുക്കാനുള്ള യോഗ്യത ഉണ്ടാവോ ഇവന്? കൺഗ്രാറ്റ്സ് വിഷ്ണു. താങ്ക്സ് അറിയാ. കൺഗ്രാറ്റ്സ് വിഷ്ണുട്ടാ. അച്ഛാ, പോയി അടിച്ചു പൊളിക്കടാ. ശാലിനി, നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? വിഷ്ണുട്ടൻ 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയാവുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. വലിയ ബിസിനസ്സുകാരനൊന്നും ആയില്ലെങ്കിലും വിഷ്ണുട്ടന് ശാലിനിയുടെ പെട്ടി ചുമക്കേണ്ട അവസ്ഥയൊന്നും വരില്ലായിരുന്നു ഒരിക്കലും. ശാലിനിയൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതാവില്ല. അത് സുസ്മിതയുടെ അമ്മ പറഞ്ഞത് ഓർത്തിട്ടാവും. ഞാനൊന്ന് അങ്ങോട്ട് നമുക്ക് പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ രാജീവ് കിട്ടിയ താലി കിടക്കുമ്പോ ഞാൻ എങ്ങനെ ഒരു അമ്പലത്തിൽ വെച്ച് രാജീവിന്റെ താലിക്ക് തലകുനിച്ചു തരും? ആ താലിക്കും ബന്ധത്തിനും എന്താ വില? ഇങ്ങനെയൊരു ബന്ധത്തെക്കുറിച്ച് ആ കുട്ടി അറിയുകയെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കെന്താ ഉറപ്പ്? നാട്ടുകാര് പറയുന്നതൊക്കെ വിട്ടേക്ക്. നമ്മുടെ ബന്ധത്തിന്റെ വില എന്താ? എന്താ അതിന്റെ പേര്? നാളെ ആ കുട്ടി രാജീവിന്റെ വീട്ടിലേക്ക് അവകാശം ഉന്നയിച്ച് കയറി വന്നാൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കണ്ടേ? അതുമല്ല, രാജീവിന് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം ഇല്ലാതാവില്ലേ? ഞാൻ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്ന ആളാണ് രാജീവ്.
എല്ലാ സാധ്യതകളും പരിഗണിക്കും. അല്ല, അയാളുടെ ഭാഗത്ത് നീ ഒരു ബന്ധത്തിനൊരു എതിർപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. പിന്നെ ഡിവോഴ്സ് പെറ്റീഷൻ അയാള് എളുപ്പം ഒപ്പിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ ചേരുംപിടി ചേരുന്നില്ലല്ലോ രാജീവ്. രാജീവിന് തന്നെ എല്ലാ കാര്യത്തിലും ഒരു ആശയക്കുഴപ്പമുള്ളതുപോലെ. അല്ല, അതല്ല സംഭവം എന്താന്ന് വെച്ചാൽ അയാളുടെ അമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അപേക്ഷിക്കാനായിട്ടാ വന്നത്. എന്നിട്ട് രാജീവ് എന്തു പറഞ്ഞു? പുതിയൊരു ബന്ധം ആലോചിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഞാൻ ബോധിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് അവർക്കും ബോധ്യപ്പെട്ടോ? അവരവരുടെ പരാതികളും പരിഭവങ്ങളും നിരത്തി. എന്നിട്ട് രാജീവിന് ബോധ്യപ്പെട്ടോ? പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ജീവിത അവസാനം വരെ തുടർന്നുകൊണ്ടിരിക്കും രാജീവ്. ഭാര്യാഭർത്തൃബന്ധത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും. രാജീവിന്റെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷവും പഴയ ബന്ധവും അതിന്റെ തർക്കവും വെച്ചോണ്ടിരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ഒന്നും ഇടമില്ല. മനസ്സിന്റെ ഒരു കോണിൽ ഉണങ്ങിയൊരു മുറിവ് അത്രേ ഉണ്ടാകൂ. അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയോട് ഞാൻ സംസാരിക്കാം. അല്ല, മതിമോളെ, രാജീവൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കാനുള്ള സമയം കൊടുക്കുന്നീ. ഇറ്റ്സ് ഓവർ. എനിക്ക് ഇത്രയേ സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ. ഞാനെന്നാ ഇറങ്ങട്ടെ. മോനെ, അവള് പറഞ്ഞതിലൊന്നും യാമിന് പറഞ്ഞതൊക്കെ കാര്യമല്ലേ? അയ്യോ, അതൊന്നും വേണ്ട മോനെ, വേണ്ട. ഇറ്റ്സ് ഓക്കെ. Be cool, my dear dad. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രത്യേകിച്ച് അവന്തികയെ പോലുള്ളവർ ഇതിനെതിരെ നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുമെന്ന ആലോചനയ്ക്ക് പോലും ഇവിടെ പ്രസക്തിയില്ല. കുറെ നാളായിട്ട് നിന്നെ സന്തോഷത്തോടെ ഞങ്ങൾ കണ്ടിട്ടില്ല. നിന്റെ വിഷമത്തെക്കാൾ ഇരട്ടിയാണ് ഞങ്ങളുടെ വിഷമം. ഇതോർത്ത് ഇവിടെ എല്ലാവരുടെ മനസ്സിൽ തീയെരിയുകയാണ്. അത് കെടുത്തേണ്ടത് നീയാണ്. ജീവിതം നിന്റേതാണ്, ഇഷ്ടവും തീരുമാനവും നിന്റേത് തന്നെ. പക്ഷേ നമ്മുടെ ജീവിതം മറ്റൊരാളുടെ ജീവിത തകർച്ചയ്ക്ക് ഇടയാവരുത്. നീ ഈ ബന്ധവുമായി മുന്നോട്ട് പോകുന്തോറും അത് അർച്ചനയുടെ ജീവിതത്തെ കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കും. നിനക്കിപ്പോ സൗകര്യപൂർവ്വം മറന്നുകളയേണ്ട ഒരു വിഷയം, നിന്റെ ചേച്ചിയുടെ ജീവിതം വഴിയാധാരമാക്കുന്നതിന് കാരണമാണ്. അങ്ങനെ അവളുടെ ജീവിതം കൂടി ഇല്ലാതായ പിന്നെ ഒരു നിമിഷം പോലും നിന്റെ അച്ഛനെ നിജീവനോടെ കാണില്ല. ഇത് മക്കളുടെ സ്നേഹബന്ധം വീട്ടിലറിയുമ്പോ നിസ്സാരമായി പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു അച്ഛന്റെ വാചകമല്ല. മക്കളുടെ ജീവിതം എപ്പോഴും നന്നായി കാണുമെന്ന് ആഗ്രഹിക്കുന്ന ദയാനന്ദ മാഷിന്റെ ദൃഢനിശ്ചയമാണ്.
ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നതായത്. ഞാനില്ലാതെ ഒറ്റയ്ക്ക് വിഷമിക്കാനും കരയാനും നിന്റെ അമ്മയെ തനിച്ചാക്കി പോകില്ല അച്ഛൻ. പോകുമ്പോ അമ്മയെ കൂടെ കൊണ്ടുപോകും. അല്ലെങ്കിലും ഇതൊന്നും കാണാതെയും കേൾക്കാതെയും കുറച്ചു നേരത്തെ പോകുന്നതാ നല്ലത്. നിനക്ക് വേണ്ടി ഒരുത്തം മനസ്സ് കയറി പുറത്തു നിൽപ്പുണ്ട്, നിന്റെ ഏട്ടൻ. സ്വന്തമായിട്ട് ജീവിക്കാതെ ഈ കാലം അത്രയും നിനക്കും അച്ഛനും വേണ്ടി ജീവിച്ചതാവൻ. അങ്ങനെയുള്ള ആ മനസ്സ് കാണാതെ നീ എത്ര സ്വപ്നം കണ്ടിട്ടും കാര്യമില്ല മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചേട്ടൻ പറയാതെ ഞാനിത് ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞതല്ല അർച്ചന, അവന്തിക്ക് എടുത്ത് വിഷമിപ്പിക്കാൻ പറ്റില്ലെന്ന്. സച്ചേട്ടന്റെ മുമ്പിലല്ലേ സ്വന്തം കൂടപ്പുറപ്പ് കണ്ണു നിറഞ്ഞു നിൽക്കുന്നത്. ആ വിഷ്ണു സച്ചേട്ടന് കാണാൻ പറ്റുന്നില്ലേ? അതോ അത് കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ? സച്ചേട്ടാ, ആരെയും വിഷമിപ്പിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹമില്ല. പക്ഷെ ആദരയില്ലാതെ എനിക്കൊരു ജീവിതമില്ല. സച്ചേട്ടന്റെ സംസാരത്തിൽ നിന്ന് പലപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. സച്ചേട്ട ഒരാളെ തീവ്രമായി ഇഷ്ടപ്പെട്ടിരുന്നു. അത് ഏട്ടത്തില്ലെന്നും എനിക്കറിയാം. ഏട്ടൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് പകരമായി അർച്ചനെടുത്തിയെ പോലെ ഏട്ടനെ സ്നേഹിച്ച് മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ കിട്ടി. പക്ഷെ എനിക്ക് കിട്ടാൻ പോകുന്നത് അനഘയാ. എന്റെ മനസ്സിന്റെ കോണിൽ പോലും ഇല്ലാത്ത അനഘ. ഞാനിപ്പോ നിൽക്കുന്ന ഇതേ അവസ്ഥയില് ഏട്ടൻ നിന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ? അപ്പോ അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആദ്യം എനിക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായ നന്ദേട്ടനെ പോലെ ഞാനും എങ്ങോട്ടെങ്കിലും പോകും. ഞാനൊരു നട്ടലില്ലാത്ത ഒരുത്തനാണെന്നാ പലരും അടക്കം പറയുന്നു. ആദ്യം വരെ ഒരിക്കലും അത് പറഞ്ഞിരുന്നു. അങ്ങനെ അല്ലത് എനിക്ക് തെളിയിക്കണം. എന്നെ ഈ വീട്ടിൽ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് ഏട്ടനും ഏട്ടത്തെയാണെന്ന് എന്റെ വിശ്വാസം. ആ വിശ്വാസത്തിനാ ഇപ്പൊ വിള്ളൽ വീണിരിക്കുന്നത്. മതി സന്ദീപേ, ഞാനും കുറെ പറഞ്ഞു നോക്കിയതാ സച്ചേട്ടനോട്. പക്ഷെ ഫലം ഉണ്ടായില്ല. നീ പറഞ്ഞില്ലേ മനസ്സിലാക്കുന്ന കാര്യം? നിന്റെ ഏട്ടൻ നിന്നെക്കാളും മനസ്സിലാക്കിയിരിക്കുന്നത് ഈ വീട്ടിലെ മറ്റു പലരെയാ. ചോരയെ ചോര തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല സന്ദീപ്. നീ വാ. നിങ്ങൾ നിന്നേ. എനിക്കറിയാം, ഞാൻ എതിരെ നിന്നാലും അർച്ചന ഇത് മുന്നിൽ നിന്ന് നടത്തുമെന്ന്. ഇല്ല സച്ചേട്ടാ, ഞാൻ പറഞ്ഞത് ഉള്ളത് തന്നെയാ.
ഞാൻ എന്ത് ചെയ്താലും സച്ചിൻ എന്നോടൊപ്പം വേണം. നട്ടലില്ലാതെ ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനാവില്ലല്ലോ. ഞാൻ തന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഇന്നലെ രാത്രി മുതൽ ഞാൻ ആലോചിച്ചു തുടങ്ങിയതാ ഈ രജിസ്റ്റർ മാരേജിനെ കുറിച്ച്. പക്ഷേ അവന്തികേട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അതെന്നെ പുറകോട്ട് വലിച്ചു എന്നതാ ശരി. സ്നേഹിക്കുന്നവർ ഒന്നിക്കണം എന്നുള്ളതാ ശരി. അതുകൊണ്ട് മനഃപൂർവ്വമായി ബാക്കിയുള്ളതെല്ലാം മറന്നുകൊണ്ട് ഞാനിതിനെ സമ്മതിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് ഗംഗയ്ക്കുള്ളതാ. ദേവയാനി, ഇതൊക്കെ ഗംഗയ്ക്ക് വിവാഹത്തിനുള്ള ആഭരണങ്ങളാ. പിടിക്കേ. എന്റെ കുഞ്ഞിന് വിവാഹത്തിനണിയാൻ ഒരു തരി പൊന്നില്ല എന്നുള്ള സങ്കടത്തിലിരിക്കുകയായിരുന്നു ഞാൻ. ജാനകിയമ്മ എന്തിനു വെറുതെ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? ഗംഗ കൈലാസത്തിലെ കുട്ടി തന്നെയാ. ഈ വീടിന്റെ അന്തസ്സിന് യോജിക്കുന്ന രീതിയിൽ മാത്രമേ അവളുടെ വിവാഹം നടക്കൂ. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? നന്ദി വാക്കിലല്ല, പ്രവൃത്തിയിലല്ലേ കാണിക്കേണ്ടത്. അത് വർഷങ്ങളായി നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും മാളുവിന് വേണ്ടിയല്ലേ ഗംഗ സ്വന്തം വീട് ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്? അതൊക്കെ ഞങ്ങൾ മറന്നു കരുതിയോ? ഇതൊക്കെ ഞാൻ മുമ്പേ തന്നെ ഗംഗയ്ക്ക് കരുതി വെച്ചതാ, എന്റെ വിവാഹ സമ്മാനം. എന്റെ കുഞ്ഞിന് അച്ഛനും അമ്മയും ഇല്ലല്ലോ എന്ന് കരുതി വേദനിച്ചതാ ഞാൻ അല്പം മുൻപ്. പക്ഷേ ഒരമ്മയുടെ കരുതലോടെ ദേവയാനി ഇത് ചെയ്തപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. ദേഷ്യം വരുമ്പോ പലപ്പോഴും ഞാൻ ഗംഗയെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സ്നേഹക്കുറവുകൊണ്ടല്ല, ഇവളോട് എനിക്ക് അവകാശമുള്ളതുകൊണ്ട് തന്നെയാ. ദേവയാനിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുമോളെ. ഹാ, അതൊക്കെ ഇപ്പൊ എന്തിനാ? പിന്നെ എന്റെ അനുഗ്രഹം എപ്പോഴും ഗംഗയ്ക്കുണ്ടാവും. സന്തോഷമുള്ളൊരു ജീവിതം നിനക്ക് കിട്ടും. നകുലൻ നല്ലവനാ. ആ ഒരു പ്രാർത്ഥന എനിക്കുള്ളൂ. എന്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം ഉണ്ടാകണം. എല്ലാം ജാനകിയമ്മയുടെ പ്രാർത്ഥന പോലെ തന്നെ നടക്കും. ഇനി യാതൊരുവിധ ടെൻഷനും വേണ്ട, സമാധാനായിട്ടിരുന്നോളൂ. എന്തു വന്നാലും ഞാൻ ഈ വിവാഹം ഭംഗിയായിട്ട് തന്നെ നടത്തും. ഇത് നിനക്കുള്ളതാ. നിന്റെ ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹം കൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ ദേവയാനിക്ക് തോന്നിയത്. ഇതൊക്കെ വേണോ മുത്തശ്ശി? വേണം മോളെ, ഒരു കുറവും ഇല്ലാതെ വേണം നീ വിവാഹ പന്തലിൽ കയറാൻ. ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക. സത്യം പറഞ്ഞ ഇപ്പഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എല്ലാം ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. അച്ഛൻ എവിടെയൊക്കെ അന്വേഷിച്ചു? മാളു എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? ഗംഗ പോയ പിന്നെ ഞാൻ എന്നും ഇവിടെ ഒറ്റയ്ക്കാവില്ലേ അച്ഛാ? അച്ഛന് ജോലിത്തിരക്കുണ്ടാവില്ലേ? എനിക്ക് മാത്രം ആരും ഉണ്ടാവില്ല. മോള് വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഈ കല്യാണം മുടക്കാന്ന് അച്ഛൻ എനിക്ക് വാക്ക് തന്നല്ലേ? എന്നിട്ടിപ്പോ ഇന്ന് നിശ്ചയം നടക്കാൻ പോകുന്നത് കണ്ടില്ലേ? ആ, ഇതിപ്പോ നിശ്ചയല്ലേ മോളെ നടക്കുന്നേ?
കല്യാണം നടക്കാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാന്ന്? ഇങ്ങനെ തന്നെ നിശ്ചയം മുടക്കാൻ നമ്മൾ കരുതിയതല്ലേ? അയാൾ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതേ മോളെ, അയാൾ ഒരു ക്രിമിനൽ ആണെന്ന് നമ്മൾ എല്ലാവരോടും പറഞ്ഞു നോക്കിയതല്ലേ. പക്ഷേ നമുക്കത് തെളിയിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ പറയുന്ന നുണയാണെന്ന് എല്ലാരും കരുതിയല്ലേ? മോളെ, അയാൾ ഒരു ക്രിമിനൽ ആണെന്ന് നമ്മൾ എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ മറികടക്കണമെന്ന് അയാൾ തയ്യാറെടുത്തിരുന്നു. അതുകൊണ്ടാ മുത്തശ്ശി പോലും അയാളെ വിശ്വസിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ അയാൾ കല്യാണം കഴിക്കണ്ട, അയാൾ ക്രിമിനലാ. മഹേട്ടന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ ആരും അനുഗ്രഹിക്കില്ല. ഗംഗ പോണ്ട, ഗംഗ കല്യാണം കഴിക്കണ്ട. ഗംഗ ഇവിടെ വേണം. ആളു, നീ വെറുതെ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കരുത്. മഹി ഗംഗയെ കല്യാണം കഴിച്ച ഗംഗ എവിടെന്ന് പോയില്ലല്ലോ. മഹേട്ടാ, എനിക്ക് ഗംഗേ, നീ എന്താ താഴേക്ക് വരാത്തെ? ഞാൻ മഹേട്ടന്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നതാ. എന്നാ വേഗം വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അദ്ദേഹം ചേച്ചിയെ കൊണ്ടുപോകാൻ ഇവിടെ വന്നതാ. അന്ന് ഞാൻ ആ മനുഷ്യനെ തടഞ്ഞു. അല്ലായിരുന്നെങ്കിൽ ചേച്ചി അന്ന് ഇവിടുന്ന് എടുത്തോണ്ട് പോയേനെ. വിഷവും കൈ കരുതി ഒരു മനുഷ്യനെ കതിർമണ്ഡപത്തിലേക്ക് അയക്കേണ്ടി വന്ന പാപിയായി ഞാൻ തീർന്നു. ഏതാപത്തിലും എന്റെ കൂടെ പെരുവണ്ണാപുരത്ത് അമ്മയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ അമ്മയെ വിളിച്ച് കരഞ്ഞപ്പോഴൊക്കെ അമ്മ എന്റെ വിളി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അമ്മ എന്നെ കൈയൊഴിഞ്ഞു. എന്റെ നാട്ടുകാരൊക്കെ പറയുമായിരുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ലച്ചു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവുമെന്ന്. ലച്ചുവിന് മാത്രമേ ഭാഗ്യമില്ലാതെ പോയിട്ടുള്ളൂന്ന്. അത് സത്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കാരണം ഇനി എത്ര പേരാ മരിച്ചു വീഴാൻ പോകുന്നത്? ഒരു കുടുംബം മുഴുവനും ഇപ്പൊ ഇല്ലാതാവാൻ പോവാ. എല്ലാത്തിനും കാരണമായത് എന്റെ ഒരേ ഒരു വാക്കാ. പെരുവണ്ണാപുരത്ത് അമ്മയിൽ വിശ്വാസം അർപ്പിച്ച ഞാനത് പറഞ്ഞത്. ലച്ചു, നീ തോറ്റുപോയിട്ടില്ല. ഇതൊക്കെ ദേവി നിന്നെ പരീക്ഷിക്കുന്നതായി നീ കരുതണം. നിന്റെ ആത്മധൈര്യം എത്രത്തോളം ഉണ്ടെന്ന് ദേവി പരീക്ഷിക്കുന്നതാണെങ്കിലോ. ഞാനൊരു മണ്ടിയാണെന്ന് കരുതിയാണോ ഡോക്ടറിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മുഹൂർത്തത്തിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് എഴുന്നേക്കാനായ പോലും എങ്ങനെ ചേച്ചിയുമായിട്ട് കതിർമണ്ഡപത്തിൽ എത്താനാവും? അദ്ദേഹം വിളിച്ചിട്ട് മറുപടി പറയാനില്ലാത്തോണ്ട് ഞാൻ ഫോണ് പോലും എടുക്കുന്നില്ല. സിദ്ധിമുത്തിയുടെ കയ്യിൽ അത്ഭുത ഫലസിദ്ധികളുള്ള മരുന്നുകളുണ്ട്. അവര് മനസ്സുവെച്ച
സ്വാതിക്ക് എഴുന്നേൽക്കാനാവും. അതിന്റെ കാര്യം നീ എനിക്ക് വിട്. കതിർമണ്ഡപത്തിൽ സഞ്ജു മരിച്ചു വീഴാൻ പാടില്ല. നമ്മൾ അവനെ മരണത്തിന് വിട്ടുകൊടുക്കരുത്. അവൻ മരിച്ചെന്നറിഞ്ഞാൽ സ്വാതി പ്രാണത്യാഗം ചെയ്യും. പിന്നെ മംഗലശ്ശേരി വീട്ടിൽ എത്ര പേർ അവശേഷിക്കുമെന്നും അറിയില്ല. എല്ലാവരും രക്ഷിക്കാൻ ലച്ചുവിന് കഴിയും. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നേ? ലച്ചു കതിർമണ്ഡപത്തിൽ ചെന്ന് കല്യാണം മുടക്കണം. ഞാൻ സിദ്ധിമുത്തിന്റെ അടുത്തേക്ക് സ്വാതി കൊണ്ടുപോ. കതിർമണ്ഡപത്തിൽ ചെന്ന് എങ്ങനെയെങ്കിലും ലച്ചു കല്യാണം തടഞ്ഞു വെക്കണം. സ്വാതി വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഇത് നമ്മൾ നടത്തുന്ന അവസാനത്തെ കളിയാ. ഇതിൽ ജയം നമ്മുടേത് മാത്രമായിരിക്കണം. നിങ്ങൾ ചേച്ചിയെ കൊണ്ടുവരോ? യുദ്ധം ചെയ്യുന്നവര് തിരിഞ്ഞു നോക്കിയോ തോൽക്കുമെന്ന് കരുതിയോ അല്ല അതിനിറങ്ങുന്നത്. പോരാടുകയാണ്. ഇവിടെ അത് തന്നെ ചെയ്യണം. അവസാന നിമിഷം വരെയും പോരാടണം. ഇത് പറയാനാ ഞാൻ ലച്ചുവിനെ വിളിപ്പിച്ചത്. ലച്ചുവിനെ കൊണ്ടുപോകാൻ ഞാനൊരു കാറ് വിളിച്ചിട്ടുണ്ട്. ഗേറ്റിന്റെ പുറത്ത് കാറ് വന്ന് കിടപ്പുണ്ട്. ലച്ചു വാ. ചേച്ചി വന്നാലും ഇല്ലെങ്കിലും സഞ്ജുവിന്റെ താലി സഞ്ജനയുടെ കഴുത്തിൽ വീടില്ല. അത് തടയാൻ എനിക്ക് കഴിയും. എനിക്ക് മാത്രം. ദക്ഷമേ, ഞാൻ വരികയാണ്. നിങ്ങൾക്ക് എന്നെ തടയാൻ കഴിയുമെങ്കിൽ തടഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ വീഡിയോ എടുത്തത് ജാസ്മിൻ ആണെങ്കിൽ അത് കണ്ടുപിടിക്കണം. എന്താണ് അവളുടെ ഉദ്ദേശം എന്നറിയണം. ഇനി ഇതുപോലുള്ള ആഘോഷങ്ങൾ ഈ വീട്ടിൽ നടക്കരുത്. പാർവതിയും വിശാലും ഒരുമിച്ചുള്ള അവസാന ആഘോഷമായിരിക്കണം ഇത്. എത്രയും പെട്ടെന്ന് വിശാലിനെയും പാർവതിയെയും തമ്മിൽ വേർതിരിക്കണം. അതിന് പാർവതിയെ അവസാനിപ്പിക്കുക തന്നെ വേണം. അവളെ കൊല്ലണം. അതിനുള്ള വഴി കണ്ടെത്തണം. വിശാൽ സർ, ഞാനിപ്പോ വരാം. എന്തുപറ്റി? ഞാനിപ്പോ വരാം. ജാസ്മിൻ, നിനക്ക് എന്ത് വേണം? അതെ, അമ്മയും പ്രതാപൻ സാറും രഹസ്യമായി എന്തോ സംസാരിക്കുന്നതിന്റെ ഒരു വീഡിയോ നീ നിന്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെന്തായിരുന്നു? നീ അതെനിക്കൊന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരുമോന്ന്? കാണിച്ചു തരണം. എന്ത് വീഡിയോ? ആരുടെ വീഡിയോ? എനിക്കൊന്നും അറിയില്ല. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട ജാസ്മിൻ. ആ വീഡിയോ എടുത്തത് നീ തന്നെയാ. കാണിക്ക. ആ വീഡിയോ എന്നെ കാണിക്കാൻ സൗകര്യമില്ല. ജാസ്മിൻ, നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്താണോ? അങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലേ അതെന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തതാ. എന്റെ സ്വകാര്യതയാണത്. എന്ത് സ്വകാര്യത? അത് നിന്നെ ബോധ്യപ്പെടുത്തുന്നത് എന്തിനാ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ ഈ വീട്ടിലെ മരുമകളാണ്. ഇവിടത്തെ സന്തോഷവും സമാധാനവും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്വം. ഈ വീട്ടിലൊരു കുടുംബ കലഹം ഉണ്ടാക്കാൻ ആരെങ്കിലും ഒരുങ്ങിയ അതിൽ ഞാൻ ഇടപെടും. നീ ഈ വീട്ടിലെ അതിഥിയാണ്. അതിന്റെ മര്യാദ ഞാൻ നിനക്ക് തരുന്നുണ്ട്. നീ ആയിട്ട് അത് വെറുതെ ഇല്ലാതാക്കരുത്. നീ റെക്കോർഡ് ചെയ്ത വീഡിയോ എനിക്ക് കാണണം. കണ്ടേ തീരൂ. ദേ,
ഇപ്പൊ നീ അത് എന്നെ കാണിച്ചാ നിനക്ക് അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ 2 ദിവസത്തെ സമയം തരാം. അതിനുള്ളിൽ നീ ആ വീഡിയോ എന്നെ കാണിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഈ പാർവതി ആരാണെന്ന് നീ അറിയും. ഞാൻ അറിയിക്കും നിന്നെ. ഞാൻ രഹസ്യമായി റെക്കോർഡ് ചെയ്ത വീഡിയോ കുറിച്ച് ഇവളെങ്ങനെ അറിഞ്ഞത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാ അത് കൃത്യമായിട്ട് പറയാനും എനിക്കറിയില്ല. അതുപോലെ തന്നെ വിശാൽ സാറിനും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത്രേ. ഈ സന്തോഷത്തിനൊക്കെ ഇടയിലും ഈ വക ചിന്തകൾ എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന മുത്തശ്ശനെ കുറിച്ചും എനിക്ക് ചില സംശയങ്ങളുണ്ട്. ശേഖരനെ കുറിച്ച് എന്ത് സംശയം മോൾക്കുള്ളത്? അദ്ദേഹത്തിലെ ആകെ ഒരു ദുരൂഹതയാ. കണ്ണിന് കാഴ്ചയില്ലാത്ത അദ്ദേഹത്തെ സഹതാപം തോന്നി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും അദ്ദേഹത്തിന് ഇവിടെ അഭയം കൊടുത്തതും ഞാൻ തന്നെയാ. ഏതോ ഒരു ശേഖരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്ന് എന്നെ നിർബന്ധിച്ചത് ദേവമ്മ തന്നെയല്ലേ? അയാള് ആരോരും ഇല്ലാത്തൊരു പാവമാണല്ലോ എന്ന് കരുതിയാ ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ ഇപ്പോ ഞാൻ അറിയുന്ന അയാളാണ് ഗായത്രിയമ്മയുടെ ജീവൻ എടുത്തതെന്ന് അറിയുമ്പോ ഞാൻ കേട്ടത് ശരിയാണോ ദേവമ്മേ? നിന്നോട് ഇത് ആരാ പറഞ്ഞത്? ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഇൻഷുറൻസ് കമ്പനിന്ന് ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ശേഖര മേനോൻ എന്ന ആളിന്റെ ഇൻഷുറൻസ് എന്തോ ആയിന്ന് പറയാൻ അയാള് വന്നത്. എന്താ ഇപ്പൊ അതിനെ പറയുന്നേ? മെച്യൂരിറ്റി. ആ അത് തന്നെ. അത് പറയാൻ അയാള് വന്നത്. അതേതാണ്ട് 1 കോടി രൂപയുണ്ടെന്നാ പറഞ്ഞത്. അതുണ്ടാവും. എന്നിട്ട് ശേഖര മേനോൻ എന്ന പേര് കേട്ടതും വിശാൽ സാറ് ചൂടായി. അന്നേരം ഞാൻ സാറിനോട് ചോദിച്ചു ശേഖര മേനോൻ ആരാണെന്ന്. അപ്പൊ സാറ് പറഞ്ഞത് അയാളാണ് ഗായത്രി അമ്മ. ഇല്ല മോളെ, വിശാലിന്റെ ആ ധാരണ തെറ്റാണ്. അയാൾ കാരണമല്ല ഞാൻ മരണപ്പെട്ടത്. അയാളുടെ കൈകൊണ്ടല്ല എനിക്ക് ജീവഹാനി സംഭവിച്ചത്. പിന്നെ ആരാണത് ചെയ്തത്? നിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പൊ എനിക്ക് പറയാനാവില്ല. അത് പറയാൻ നീ എന്നെ നിർബന്ധിക്കരുത്. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ എന്റെ ഒരു സംശയം മാറ്റിയെടുക്കാൻ ദേവമ്മ വിചാരിച്ച സാധിക്കും. നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്ന ശേഖരനും ഇവിടെ താമസിക്കുന്ന ചന്ദ്രശേഖരൻ മുത്തശ്ശനും ഒരാളാണോ? അതെ, ചന്ദ്രശേഖരൻ തന്നെയാ ശേഖറും. അപ്പോ ഞാൻ അയാളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് അബദ്ധമായോ? ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദേവമ്മ. ദേവമ്മ എന്തിനാ അയാളെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പഠിപ്പിക്കുന്നത് നീയാണോ? അതിനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കുണ്ടോ?
ഒന്നുകില് പശു വളർത്തല് അല്ലെങ്കിൽ കോഴി ഫാം. ഇതിലേതാ തുടങ്ങുന്നേ കേക്കട്ടെ. അല്ല, ആ വീടിന്റെ സെറ്റപ്പും സ്റ്റാറ്റസും ഒക്കെ വെച്ച് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തുടങ്ങുക. അതാ ചോദിച്ചത്. ആ ഇപ്പോ ലേബേഴ്സിനെയൊക്കെ കിട്ടാനാ ബുദ്ധിമുട്ട്. ആ ശ്യാമയ്ക്കിപ്പോ അതിന് പ്രശ്നമില്ലല്ലോ. പശുവിനെ കുളിപ്പിക്കാനും തൊഴുത്ത് കഴുകാനും ഒക്കെ ചുളുവിനൊരാളുണ്ടല്ലോ. ആ പിന്നൊരു ഗുണം കൂടെയുണ്ട്. കടയിൽ വരുന്ന പച്ചക്കറി വേസ്റ്റ് പാഴാക്കി കളയണ്ട. പശുക്കൾക്ക് അത് തീറ്റയാകും. ഗുഡ് ഐഡിയ. ശ്യാമയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ അതെ, പിന്നെ മതി പറഞ്ഞാ മതി. പറഞ്ഞോട്ടെ ആദ്യേട്ടാ, മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. സമ്പത്തിലും പ്രതാപത്തിലും മതിമറന്ന് കഴിയുമ്പോൾ പലർക്കും ഇല്ലാത്തവരുടെ വേദന മനസ്സിലാവില്ല. പശു വളർത്തലോ കോഴി വളർത്തലോ അതെന്തായാലും അതത്ര മോശം ജോലിയൊന്നുമല്ല. പിന്നെ മനസ്സിൽ കുറച്ചെങ്കിലും നന്മയുള്ളവര് അവരെ പുച്ഛിക്കില്ല, ബഹുമാനിക്കുള്ളൂ. ഓ പിന്നെ എന്നും എല്ലാവരും ഒരുപോലെ ഇരിക്കണമെന്നില്ല. എന്ത് ജോലിയും ആയിക്കോട്ടെ, ആത്മാർത്ഥമായിട്ട് ചെയ്താ ഒടുവിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ആ ആത്മവിശ്വാസം എനിക്കുണ്ട്. എനിക്കത് മതി. മറ്റുള്ളവരുടെ തണലിൽ കഴിയുന്നവർക്ക് ചെറിയൊരു പ്രശ്നമെന്നാ അവരാകെ തകർന്നു പോയിന്ന് വരും. ഇതൊക്കെ ചുറ്റും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും പഠിച്ചു. ശ്യാമ ആരംഭിക്കുന്നത് എന്ത് സംരംഭമായാലും അത് ഞങ്ങൾക്ക് അറിയണ്ട. എന്തായാലും അഖിലിനെ സഹായിക്കാൻ ശ്യാമയ്ക്കൊരു നല്ല മനസ്സുണ്ടായല്ലോ. ഇങ്ങനെയൊരു പെണ്ണിനെ കിട്ടിയത് എന്തായാലും അഖിലിന്റെ ഭാഗ്യം, അത്രേ പറയാനുള്ളൂ. മോള് ധൈര്യമായിട്ട് തുടങ്ങിക്കും. എന്തിനായാലും ഞങ്ങളുടെ മനസ്സും അനുഗ്രഹവും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. അഖിക്ക് നിനക്ക് നല്ലതേ വരൂ. അച്ഛനേതായാലും ഓഫീസിൽ പോയി. അമ്മയുടെ അനുഗ്രഹം വാങ്ങണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടാസ്കാ. നോക്കാം. ആദ്യേട്ടൻ അമ്മയെ കണ്ട് സംസാരിച്ച് ഒന്ന് മയപ്പെടുത്തി വെക്ക്. അപ്പൊ ശ്യാമ വരും, പിന്നെ പ്രശ്നമില്ല. അത് ശരിയാ, ഞാനും സംസാരിക്കട്ടെ. നമ്മുടെ വഴിക്ക് അമ്മയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. അമ്മ എന്തു പറഞ്ഞാലും എല്ലാം സഹിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും അമ്മയുടെ അനുഗ്രഹം മേടിക്കണം. ചെല്ല് ചെല്ല്. നിന്റെ ഈ മുഖം, ആ സൗന്ദര്യം കാണേണ്ട താമസം. അമ്മ അനുഗ്രഹം വാരി ചൊരിഞ്ഞങ്ങ് തരും. ആ ദാ ഇപ്പൊ ഇങ്ങനെ പോകുന്നു. തിരിച്ച് ഓടിയിട്ടെങ്കിലും വീട്ടിലേക്ക് പോകാൻ ഇടവരുത്തണേ ഈശ്വരാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യത്തിൽ ആ അമ്മയ്ക്കും മകനും ഇടയിൽ ഞാനാ തടസ്സം. ഒരിക്കലും തമ്മിൽ അകന്നിരിക്കാൻ രണ്ടാൾക്കും ആവില്ല. രണ്ടാളും ഇനി തമ്മിലൊന്ന് കണ്ടാ മതി. സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചാ മതി. അമ്മയുടെ പിണക്കും എല്ലാം മാറും. അതിനിപ്പോ എന്താ വഴി? അത് മതി. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. റിങ് ചെയ്യുന്നുണ്ട്. സംസാരിക്കേ. ഹലോ, ആരാ? ഹലോ, ആരാ? പറയൂ. അവൾക്ക് മനസ്സിലായില്ല. സംസാരിക്കേ.
ഹലോ, ആരാ വിളിച്ചേ? ഒരു കുട്ടിയുടെ പേരുണ്ടാ? മ്യൂസിക് ട്യൂഷന് വേണ്ടിയാണോ? അതെ. ക്ലാസ് എപ്പോഴാന്ന് അറിയാനാ. നാളെ രാവിലെ 7 മണിക്ക്. കുട്ടികളുടെ സൗകര്യം അനുസരിച്ച് സമയങ്ങളിൽ ചിലപ്പോൾ മാറ്റമൊക്കെ വന്നിരിക്കും. നാളെ 7 o'clock ഫിക്സ് ആണല്ലോ. നാളെ ക്ലാസ് 7 മണിക്ക്. പഠിക്കാൻ കുട്ടികൾ ശരിക്കും ഉണ്ടോ? അത്യാവശ്യമൊക്കെ. ഇതുപോലുള്ള എൻക്വയറീസ് ഇപ്പൊ വരുന്നുണ്ട്. ടീച്ചറ് പ്രൊഫഷണലായിട്ട് പാടുവോ? അതില്ല, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമേ ഉള്ളൂ. അല്ല, ടീച്ചറുടെ ശബ്ദം കേട്ടിട്ട് ശരിക്കും കേട്ട് പരിചയമുള്ള സ്വരം പോലെ തോന്നി. ഒരു പാട്ടുകാരി ഉണ്ടല്ലോ, വിസ്മയ. ആ ശബ്ദം പോലെ തോന്നുന്നു. അത് എന്താ പറയൂ. ആ കുട്ടിയുടെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊക്കെ വലിയ ഫേമസ് ആണല്ലോ. ഞാനിവിടെ ചെറിയ ട്യൂഷനുമായിട്ട് മാഡത്തിന് ചിലപ്പോ തോന്നിയതായിരിക്കും. ശബ്ദത്തിനൊരു സിമിലാരിറ്റി. വെറുതെ തോന്നിയതാവാം. അതെ അതെ, ശരിയാ. അപ്പോ ഓക്കെ ശ്യാമേ, നാളെ 7 മണി ഞാൻ കുട്ടിയായിട്ട് എത്താം. ഓക്കെ? ഓക്കെ, ശരി. നമ്പർ മാറി വിളിച്ചതുകൊണ്ട് അവൾക്ക് ആളെ മനസ്സിലായില്ല. മമ്മി, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇപ്പൊ തന്നെ അവളെ പോയി കാണണം. ട്യൂഷൻ അവസാനിപ്പിക്കാൻ പറയണം. അതവള് കേട്ടില്ലെങ്കിലോ? അനുസരിപ്പിക്കണം മമ്മി. അതിനവളെ കാണാതെ തന്നെ വേറെ വഴിയുണ്ടെങ്കിലോ? എന്ത് വഴി? കാണാൻ പോകുന്ന പൂരം എന്തിനാ മോളെ പറഞ്ഞറിയിക്കുന്നേ? നീ കണ്ടോ, നാളെ എന്നല്ല ഇനി ഒരിക്കലും അവള് മ്യൂസിക് ട്യൂഷൻ എടുക്കില്ല. അതിന് വേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വരും അഞ്ചില് വരുമെന്ന് എനിക്കറിയായിരുന്നു. സോറി പ്രസാദേട്ടാ, ആദ്യമേ തന്നെ ഞാൻ ക്ഷമ പറയുക. ക്ഷമയോ? എന്തിന്? വീട്ടിൽ വെച്ച് പറയരുതാത്ത വാക്കുകൾ പറഞ്ഞതിന്, ആരതി പരുഷമായിട്ട് സംസാരിച്ചപ്പോ അവളെ തടയാതെ നോക്കി നിന്നതിന്. മനസ്സിലാക്കിയ ഒരു ശൂന്യതയായിരുന്നു ആ സമയത്ത്. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് പറയാവുന്നത്, എന്താണ് പറയരുതാത്തത്, ഒന്നും തന്നെ നിശ്ചയമില്ലാത്തൊരവസ്ഥ. അതിനിടയ്ക്ക് ആരതി ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നറിഞ്ഞു. എല്ലാത്തിനും പ്രസാദേട്ടൻ ക്ഷമിക്കണം ഞങ്ങളോട്. ഓ, ക്ഷമയുടെ ഒന്നും കാര്യമില്ല അഞ്ജലി. എല്ലാം കൈവിട്ടു പോകുന്നു തോന്നുന്ന ഒരു അവസ്ഥയില് ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കും. ഞാനതൊന്നും കണക്കിലെടുക്കാറില്ല. പ്രസാദെ കണ്ടായിരുന്നോ? പ്രസാദേ, അഞ്ജലി കയറി വന്നപ്പോ ഞാൻ ചില കുത്തുവാക്കുകൾ പറഞ്ഞുപോയി. സോറി അഞ്ജലി, ആ നേരത്തെ ഒരു വികാരത്തിലേക്ക് പറഞ്ഞു പോയതാ. കണ്ടോ കണ്ടോ, ഇവിടെ ഇപ്പൊ എല്ലാരും വികാര ജീവികളാ. അതൊക്കെ മാറ്റിവെച്ചിട്ട് ആരതിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്താന്ന് വെച്ചാ പറ. ഇപ്പൊ നമ്മുടെ ആവശ്യം അതാണ്. ആരതിയുടെ പ്രശ്നത്തിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ആരതിയെ കൊച്ചേട്ടന് കൊടുക്കുക, അവരുടെ കല്യാണം നടത്തുക. അല്ലാതെ വേറെ എന്ത് പരിഹാരം ഇതിനുള്ളത്? അതെ, ഞാനും കാണുന്ന പരിഹാരം അത് തന്നെയാ. പക്ഷേ അതിനവള് സമ്മതിക്കണ്ടേ? അതാണ് ഈ വിഷയത്തിലെ കീറാമുട്ടി. അവള് മാത്രമല്ല, മുരളി ഇടംതിരിഞ്ഞ് നിൽപ്പാണ്. അവന്റെ സമ്മതവും നമ്മൾ നിർബന്ധിച്ച് വാങ്ങേണ്ടി വരും. മുരളിയുടെ കാര്യത്തിൽ എനിക്ക് ആശങ്ക ഒന്നുമില്ല. പ്രസാദ് ഒന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ വിവാഹത്തിനെന്നല്ല വിഷം കുടിക്കാൻ പോലും അവൻ തയ്യാറാകും. അത്ര ഗ്യാരണ്ടിയാ. മനസ്സിലായി. അവിടെ ആര്യയുടെ കാര്യത്തിലും എനിക്ക് ഇതുപോലെ പറയാൻ പറ്റും. പക്ഷെ ആരതി, അവളെ അനുസരിപ്പിക്കാൻ എളുപ്പമല്ല പുഷ്പൻ ചേട്ടാ. ഏത് കാര്യത്തിലും അവൾക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ അത്ര എളുപ്പമല്ല ആർക്കും. അഞ്ജലി വിഷമിക്കണ്ട. ആരതിയുടെയും മുരളിയുടെയും കാര്യത്തിലെ ഞാൻ ചില സൂത്രപ്പണികളൊക്കെ ആലോചിക്കുന്നുണ്ട്. അഞ്ജലിയും പ്രസാദും അതിനൊപ്പം ഒന്ന് നിന്നു തന്നാ മതി. എന്താ, പറ്റുമോ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? അതിനുള്ള എന്ത് സൂത്രപ്പണിക്കും ഞാൻ കൂട്ടുനിൽക്കും.
ഞാൻ റെഡിയാ പുഷ്പൻ ചേട്ടാ. എന്നാൽ കലണ്ടറിൽ മാർക്ക് ചെയ്തോ, ഇന്ന് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ആരതിയുടെ മുരളിയുടെ കല്യാണം നടത്തും. അതിന്റെ തിരക്കഥാ സംഭാഷണം സംവിധാനം ഈ പുഷ്പൻ നിർവഹിക്കും. സംഭാഷണ സംവിധാനമൊക്കെ ഇഷ്ടം പോലെ ചെയ്തോ, പക്ഷേ നമ്മൾ അവരുടെ കല്യാണം നടത്തുകയാണെന്ന കാര്യം മുരളി ആരതി അറിയരുത്. എല്ലാം മംഗളമായി നടന്ന ശേഷം മതി അവരറിയുന്നത്. അതെ, അങ്ങനെ മതി. അല്ലെങ്കിൽ ആരതി വല്ല കടുങ്കയും ചെയ്തോളയെന്ന് ഉറപ്പാ. എങ്കിൽ തിരക്കഥ അങ്ങനെ സെറ്റ് ചെയ്ത് കളയാം. പക്ഷേ കഥ നടക്കാൻ പോകുന്ന അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് നമുക്കൊരു ഗസ്റ്റ് അപ്പിയറൻസ് വേണ്ടിവരും. ഒരല്പം അഭിനയം അറിയാവുന്ന വ്യക്തി. അങ്ങനെ ആരുണ്ട് അവിടെ? അത് ഞാൻ പറയാം. പുഷ്പൻ ചേട്ടൻ ഈ പറഞ്ഞ രീതിയിൽ വേഷം കെട്ടാൻ അവിടെ ഒരാളെ ഉള്ളൂ, നമ്മുടെ സീതമ്മ തന്നെ. എന്താ, കാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സീതമ്മ സെലക്ടഡ്. ഡൺ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളുടെ കഴുത്തിൽ ഞാൻ കെട്ടുന്ന താലിയും ആ പാരമ്പര്യത്തിന്റെ തീയിൽ തന്നെ ഉരുകി തെളിഞ്ഞ് വിളങ്ങണം. ശരി, തട്ടാൻ എന്തൊക്കെ വേണോന്ന് അന്വേഷിച്ച് എല്ലാം ഒരുക്കി വെക്കണം. മണിച്ചനാണ് ചുമതല. ഓ, ചെയ്തോളാമേ. എന്തൊക്കെയാ മണിച്ച ഈ നടക്കുന്നത്? തട്ടാനെ വീട്ടിൽ വിളിച്ചു വരുത്തി തങ്ക ഒരുക്കി താലി പണിയുക എന്നൊക്കെ വെച്ചാ. ഞാനും അത് തന്നെ ആലോചിക്കുന്നു ഭവാനിയമ്മേ. പക്ഷേ കമാന്ന് മിണ്ടാൻ പറ്റില്ലല്ലോ. ഞാൻ വേറൊരു ജോലിക്കാരനല്ലേ. അവിടെ പോവാൻ പറഞ്ഞാൽ അവിടെ പോവും, അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. അല്ലാതെ അതിലൊന്നും എന്റെ അഭിപ്രായത്തിനോ ഇഷ്ടത്തിനോ ഒരു പ്രാധാന്യവും ഇല്ല. ഭവാനിയമ്മ മനസ്സ് വെച്ചാലേ ഇതിലെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യണമെന്നാ മണിച്ചൻ പറയുന്നത്? ഭവാനിയമ്മേ, ഈ സ്വർണ്ണ ഒരുക്കി താലി പണിയുന്നത് ഒരു അപകടം പിടിച്ച പണിയാ. അതിന്ന് മേഘ സാറിനെ പിന്തിരിപ്പിച്ചേ മതിയാവൂ. അതാണ് ഭവാനിയമ്മയ്ക്ക് മാത്രം കഴിയുന്ന കാര്യം. ഇത് ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ അപകടം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് അപകടമെന്ന്? കൊള്ളാം. എന്റെ ഭവാനിയമ്മേ, ആ സുഭദ്രാമ്മയുടെ പ്രേതാത്മാവിന്റെ ശക്തിയെ കുറിച്ചൊക്കെ ഭവാനിയമ്മയ്ക്ക് അറിയാന്നുള്ളതല്ലേ? എത്ര പ്രാവശ്യം ആ ആത്മാവ് പാതിരാത്രി വന്ന് ഭവാനിയമ്മയെ പേടിപ്പിച്ചിട്ട് പോയതല്ലേ? ഇനിയിപ്പം മേഘൻ സാറ് നിർബന്ധപൂർവ്വം രാധയെ കല്യാണം കഴിക്കാൻ ഇറങ്ങിത്തിരിച്ച ആ സുഭദ്രാമ്മയുടെ പ്രേതാത്മാവ് അടങ്ങിയിരിക്കൂ? അവരുടെ കണ്ണും കയ്യും പല്ലും നഖവും നീളുന്നത് ആരുടെയൊക്കെ നേരാണെന്ന് ആർക്കറിയാം? എല്ലാ അനുഭവത്തിൽ വരുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ഓ, ഞാൻ ആ കാട്ടിന്റെ നടുക്കൂടെ ഫോട്ടോയും തൂക്കി നടന്നപ്പോ നേരിട്ട് കണ്ടതാ സുഭദ്രാമ്മയെ. നേരിട്ട് കണ്ടോ? കണ്ടോന്ന്? അത് നമ്മളിവിടെ പിന്തുടർന്ന് വന്നതല്ലേ. ഓ, അത് ആവർത്തിക്കാതിരിക്കാൻ സുഭദ്രാമ്മയുടെ ആ പടത്തിലേക്ക് നാഞ്ചി നായക്കർ സ്വാമി ഒരു പൊട്ടു തൊട്ടിട്ടുണ്ടായിരുന്നു, ഒരു കറുത്ത തിലകക്കുറി. ആ പൊട്ടിലാണ് സ്വാമിയാര് സുഭദ്രാമ്മയുടെ പ്രേതാത്മാവിനെ ബന്ധിപ്പിച്ച് കൂട്ടിയിരുന്നത്. മേഘൻ സാറ് പക്ഷേ ആ പൊട്ട് കഴിഞ്ഞ ദിവസം മായ്ച്ചു. സുഭദ്രാമ്മയുടെ പ്രേതാത്മാവിന്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു. ഇപ്പൊ അതിന് പഴയതിനേക്കാൾ ശക്തി കിട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാ. സത്യമാണോ മണിച്ചൻ ഈ പറയുന്നത്? 101% നേര്. സത്യം. അല്ലെങ്കിൽ നോക്കാം ഫോട്ടോയില്. ഇനിയിപ്പൊ സാറ് തുനിഞ്ഞിറങ്ങി രാധയ്ക്ക് താലി ഒരുക്കുന്നതും രാധയെ കല്യാണം കഴിക്കുന്നതും ആ പ്രേതാത്മാവ് തടയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇന്ന് രാത്രി തന്നെ അത് വന്നിട്ട് എല്ലാം തകർക്കുന്നുള്ള ഉറപ്പാ. മേഘ സാറ് ഭവാനിയമ്മയ്ക്ക് മാത്രമല്ല, ഇതിനെല്ലാം കൂട്ടുന്നതിന്റെ പേര് എനിക്കും കിട്ടും അവരുടെ ശിക്ഷ. അതുകൊണ്ട് ഭവാനിയമ്മ ഇടപെട്ട് എങ്ങനെയെങ്കിലും മേഘ സാറിനെ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം.
പ്ലീസ്. എന്നാലേ എല്ലാവർക്കും അല്പമെങ്കിലും ആശ്വാസം കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിൽ ഒരാള് കട്ടയ്ക്ക് ചോര ഛർദ്ദിച്ച് മരിക്കും എന്നുള്ളത് ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.